Hey everyone, welcome back to my channel. ഇന്ന് ആക്ച്വലി ഒരു സ്റ്റഡി വ്ലോഗാണ്. അതായത് ഫിസിക്സിന് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഫിസിക്സ് നിങ്ങൾ കണ്ട പോലെ ആദ്യം തന്നെ റിവിഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ആൻഡ് ഇത് ഫിസിക്സിൻ്റെ തലേ ദിവസമാണ്, അതായത് മൺഡേ ഉള്ള ഒരു വീഡിയോ ആണ്. സോ മൺഡേ രാവിലെ തന്നെ ഞാൻ നേരത്തെ എണീറ്റു. അതായത് സൈലത്തിൻ്റെ റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു സൺഡേ ഈവനിങ്. അപ്പോൾ അത് ഞാൻ കുറച്ചൊക്കെ കണ്ടു. അതിനുശേഷം ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റിട്ട് ഇരുന്ന് കണ്ട് തീർക്കാൻ വിചാരിച്ചു. അതിനുശേഷം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ സൈലത്തിൽ നമുക്ക് എക്സാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫാണ്. അത് കുറച്ചും കൂടി പഠിച്ച കുട്ടികൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വീഡിയോ ഉണ്ടാവാറുണ്ട്, സാധാരണ സൊല്യൂഷൻ വീഡിയോ. അത് എനിക്ക് ആപ്പിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇൻസ്റ്റർ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ എന്തെങ്കിലും എഴുതാനുള്ള വിചാരിച്ചാൽ കുറച്ച് എഴുതി, പിന്നെ അതേപോലെ ഞാൻ പൂട്ടി വെച്ചു. ഞാൻ എല്ലാ ഡെറിവേഷൻസും നല്ല സ്ട്രെസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് ഭയങ്കര സങ്കടകരമായ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാരണം പക്ഷേ ഞാൻ ഡെറിവേഷൻസ് വന്നതൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്തതൊന്നും വന്നിട്ടില്ല. അത് കുറച്ച് സാഡായിട്ടുള്ള ഒരു കാര്യമാണ്. So guys, it's literally 11:30 and സ്റ്റിൽ ഞാൻ 5 മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ടിട്ടില്ല. ഇനിയും കാണാനുണ്ട്, ഇനി 2 ചാപ്റ്റേഴ്സ് കാണാനുണ്ട്. ഹായ് എവ്രി വൺ. അപ്പം അങ്ങനെ ഫിസിക്സ് എക്സാമൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നല്ലോണം പേടിച്ചിട്ടാണ് എക്സാമിന് പോയതും എക്സാം ഹാളിൽ ഇരുന്നതും എക്സാം എഴുതുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് ആൻഡ് മാത്സ് ആൻഡ് കെമിസ്ട്രി. മൂന്നും ഭയങ്കര ടെൻഷനായിരിക്കും പേപ്പർ കിട്ടുന്നവരെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിസിക്സിനെ കുറിച്ചൊരു റിവ്യൂ പോലെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ബേസിക്കലി ഫിസിക്സ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം വാസ് കുറച്ച് മിക്സ് ആയിട്ടൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ സ്ക്രീനിൽ എവിടെയും കൊടുക്കാം. അത് മിക്സ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് 2 ചാപ്റ്റേഴ്സിൻ്റെ. അപ്പോൾ അതെനിക്കൊരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നി. പക്ഷേ ഞാൻ എന്താ വിചാരിച്ചത്, ഞാൻ കുറച്ച് എന്താ പറയുക, ഞാൻ ഫസ്റ്റിൽ എഴുതിയ ആൻസർ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ അടുത്ത് എഴുതി പോയത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഡെറിവേഷൻസിലേക്കാണ്. അതേപോലെ ന്യൂമറിക്കൽസും ആണ്. നമ്മൾ ആരും ഡെഫിനേഷൻസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. ചാപ്റ്റർ അത്യാവശ്യം നല്ലോണം അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ എക്സാം സിമ്പിളായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഞാനൊക്കെ കുറേ ഡെഫിനേഷൻ പഠിച്ചു പോയതാണ്, പക്ഷെ 1 2 3 ഡെഫിനേഷൻസ് ചോദിച്ചിട്ടുള്ളൂ. അത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. ആൻഡ് കുറേ ഡെഫിനിഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കുറേ ന്യൂമെറിക്കൽസ് എന്നൊക്കെയാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ അവൾ കുറേ പഠിച്ചിരുന്നു ന്യൂമെറിക്കൽസ്, പക്ഷെ അത് ചോദിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം വന്നു. ഇപ്രാവശ്യത്തെ ന്യൂമെറിക്കൽസ് വലിയ ടഫൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കുഴപ്പമില്ല, അത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എ അറിയെങ്കിൽ ബി അറിയില്ല, ബി അറിയെങ്കിൽ സി അറിയില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ അറിയുന്നത് കൊണ്ട് തെറ്റിച്ചു. ലൈക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു ഇതാണ് ആൻസർ, ഇത് തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ അപ്പുറത്തെ ആൻസർ എഴുതിച്ചു. അങ്ങനത്തെ ഓരോ വിഡിത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിവേ, ഞാൻ ഈ ഒരു എക്സാം എന്താ പറയുക, ആക്ച്വലി ഈ ഒരു എക്സാം എനിക്കൊരു അനലൈസിങ് പോലെയാണ്. അതായത് ഇനി എത്ര പഠിക്കാനുണ്ട്, എത്ര ഭാഗത്ത് ഫോക്കസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഇനി ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ ഉള്ള ഒരു പാറ്റേൺ പോലെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കുക, അധികവും ഡെഫിനിഷൻസും നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ചാപ്റ്റർ നല്ല രീതിക്ക് പഠിച്ചാൽ മാത്രമേ എക്സാം നമുക്ക് പാസ്സാൻ പറ്റുള്ളൂ. സോ ദിസ് വാസ് മൈ മിനി റിവ്യൂ. എനിക്ക് റിവ്യൂസ് ഭയങ്കര ഷോർട്ടാക്കാനാണ് ഇഷ്ടം. ലാഗ് അടുപ്പിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങളോട് ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ. സോ ദിസ് വാസ് മൈ റിവ്യൂ. So thanks for watching this video. See you soon in the video. Till then, bye bye.